നമസ്കാരം, ഏവരെയും ലിലു പ്രേംസ് കോർണറിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ബെയർ ആപ്പിൾ എന്ന പ്ലാന്റിനെയും ഫ്രൂട്ടിനെയും കുറിച്ചാണ്. ബെയർ ആപ്പിൾ നോക്കിക്കോളൂ. ഈ ബെയർ ആപ്പിളിനെ, ഇതാണ് ബെയർ ആപ്പിൾ എന്ന് പറയുന്ന ചെടി. ഈ ബെയർ ആപ്പിളിനെ റെഡ് ഡേറ്റ്സ് എന്നും ചൈനീസ് ഡേറ്റ്സ് എന്നും കൊറിയൻ ഡേറ്റ് എന്നും ഇന്ത്യൻ ജൂജുബെ എന്നും ഇലന്തപ്പഴം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത്രയും പേരുള്ള ഈ പ്ലാന്റ്, അതായത് ഈ ബെയർ ആപ്പിൾ എന്ന് പറയുന്ന ഫ്രൂട്ട്, അത് പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിലും, അതായത് എപ്പോഴും വെള്ളം ഒഴിക്കണമെന്നില്ല, വെള്ളം ഒഴിച്ചില്ലെങ്കിലും മഴക്കാലത്തെ മാത്രം ആശ്രയിച്ചും വളരെ നന്നായിട്ട് വിളവ് തരുന്ന ഒരു പ്ലാന്റാണ്. നിറയെ കായ്ക്കും കേട്ടോ, നിറയെ കായ്കളുണ്ടാകും. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് പരിചരിച്ചില്ലെങ്കിൽ പോലും നല്ല പോഷക മൂല്യമുള്ള ഫലം വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. നമ്മുടെ ഇന്ത്യയിൽ സ്പ്രിംഗ് സീസൺ ആരംഭിക്കുന്നതോടു കൂടിയാണ് ഇതിൻ്റെ വരവ്. നമ്മുടെ സൗത്ത് ഏഷ്യൻ ഭാഗങ്ങളിൽ വളരെയധികം ധാരാളമായിട്ട് കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഈ ബെയർ ആപ്പിൾ ഗ്രീൻ കളറിലും ഉണ്ട്, റെഡ് കളറിലും ഉണ്ട്. ഇത് ഇവിടെ എൻ്റെ വീട്ടിലുള്ളതാണെങ്കിൽ പച്ച നിറമാണ് കേട്ടോ. അത് വിളഞ്ഞാലും പാകമായാലും പച്ച നിറത്തിൽ തന്നെയാണ് ഉണ്ടായിരിക്കുക. ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഞാൻ 2 ബെയർ ആപ്പിളുണ്ട്. ഒരു ഫ്ലവർ കണ്ടോ, വളരെ കുഞ്ഞു ഫ്ലവറാണ്, നിറയെ പൂക്കും. കണ്ടോ, നിറയെ ഫ്ലവറുണ്ട്. ഇത് പലതും പൊഴിഞ്ഞു പോയി, മഴ പെയ്തപ്പോൾ 2 ദിവസം കൊണ്ട് മഴ പെയ്തില്ലേ, അപ്പോൾ അത് പൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും നിറയെ പൂക്കളുണ്ട്. അതിൻ്റെ ഇലയുടെ ഷേപ്പ് കണ്ടോ, ഓവൽ ഷേപ്പാണ്. ഇലയ്ക്ക് ഓവൽ ഷേപ്പാണ്. അതുപോലെ അതിൻ്റെ അരികുകൾ, ഇലയുടെ അരികുകൾ ചെറിയ അരം പോലെയുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഒരു പ്രത്യേക ടൈപ്പ് ഇലയാണ്. നമ്മുടെ കാരക്കയുടെ ഇലയുടെയൊക്കെ ഏകദേശം ഒരു സാമ്യം വരും. ഇതിലിപ്പോൾ 2 ഫ്രൂട്ടുണ്ട്, കുഞ്ഞായിട്ട് വരുന്നുണ്ട്. നോക്കിക്കോളൂ, കണ്ടോ. ഇനി കുറച്ചുകൂടെ വലുതായ ഒരു ഫ്രൂട്ടും ഉണ്ട് ഇലയുടെ അടിയിലോട്ട്, കണ്ടോ. ഇത് നിറയെ കായ് പിടിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൽ 2 കായേ ഉള്ളൂ. ഇനി പൂക്കളൊക്കെ നിൽപ്പുണ്ട്, അതിന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ പ്ലാന്റിന്, ബെയർ ആപ്പിളിന് ധാരാളം ഗുണങ്ങളുണ്ട്. നമ്മുടെ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ പൊട്ടാസ്യം, ഫോസ്ഫറസ്, മാംഗനീസ്, അയൺ, സിങ്ക്, അപ്പോൾ ഈ മിനറൽസിൻ്റെ എല്ലാം കോമ്പിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിന് വളരെയധികം, ഹൃദയാരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, അതായത് രക്തയോട്ടമൊക്കെ നമുക്ക് ത്വരിതപ്പെടുത്തും. ധാരാളം അയണിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിച്ച് നമ്മുടെ അനീമിയ തടയുന്നു. അനീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. നമ്മൾ ചുവന്ന രക്താണുക്കളുടെ, ശ്വേത രക്താണുക്കളുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് അനീമിയ. അപ്പോൾ അതിൽ നിന്നൊക്കെ ചെറുക്കാൻ കഴിയും. അതുപോലെ തന്നെ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡുകളും ഉള്ളതിനാൽ പ്രായത്തെ ചെറുക്കാൻ സഹായിക്കുന്നു. അതായത് നമ്മുടെ സ്കിന്നിന് തിളക്കവും നല്ല ഗ്ലോയൊക്കെ ഉണ്ടാക്കും, സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻസ് ഫ്രീ റാഡിക്കൽസിനോട് ഫൈറ്റ് ചെയ്ത് സെൽ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ സെൽസൊക്കെ നശിച്ചു പോകാതെ തടയാനും അത് സഹായിക്കുന്നു. ധാരാളം കാൽസ്യവും ഫോസ്ഫറസും ഉള്ളതിനാൽ ബോൺ ഡെൻസിറ്റി വർദ്ധിപ്പിക്കുന്നു. ബോൺ ഡെൻസിറ്റി നമ്മുടെ എല്ലുകളൊക്കെ പൊടിഞ്ഞു പോകാതെയൊക്കെ അത് സൂക്ഷിക്കുന്നു കേട്ടോ. ബോണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. ആർത്രൈറ്റിസ് എന്ന അസുഖമുള്ളവർക്ക് ഇത് വളരെ
നല്ലൊരു ഫ്രൂട്ടാണ്. ആർത്രൈറ്റിസ് അസുഖമുള്ളവർക്ക് മാത്രമല്ല, പ്രമേഹ രോഗികൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പ്രായഭേദമന്യേ കഴിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് ഇത്. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളം ഉള്ളതുകൊണ്ട് ജോയിൻറ്റ് പെയിൻസിൽ നിന്നൊക്കെ നല്ല ആശ്വാസം ലഭിക്കും. അതുമാത്രമല്ല ധാരാളം ഫൈബറും കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് മെറ്റബോളിസത്തെ ബൂസ്റ്റ് ചെയ്യുന്നു. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷനൊക്കെ വളരെ നല്ലതാണിത്. ഫൈറ്റോ കെമിക്കൽസും ഫ്ലവനോയിഡ്സും സാപ്പോനിൻസും പോളിസാക്കറൈഡ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ നിദ്രയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഉറങ്ങാൻ നമ്മളത് സഹായിക്കും. ഉറക്കത്തിൻ്റെ പ്രോബ്ലമൊന്നും ഇല്ലാതെ സുഖനിദ്രയെ പ്രദാനം ചെയ്യും. ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത്, ബൊട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് സിസിഫസ് മൗറീഷ്യാന എന്നാണ്. ഇത് റെംനീസിയ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. പ്ലാന്റാണ്. ഞങ്ങളിത് മേടിച്ചത് കൊടപ്പനക്കുന്നിലുള്ള പീപ്പിൾസ് ഗ്രീൻ നഴ്സറിയിൽ നിന്നാണ്. അപ്പോൾ ഇത് വളരെ മിതമായ നിരക്കിൽ അവിടെ നിന്ന് നല്ല പഴച്ചെടികളും അതുപോലെ തന്നെ പോട്ട്സുകളും നമുക്ക് വാങ്ങാൻ ലഭ്യമാകുന്നതാണ്. അതുമാത്രമല്ല നല്ല ഫെർട്ടിലൈസേഴ്സും വളങ്ങളൊക്കെ അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. താല്പര്യമുള്ളവർ അവിടെ പോയി കണ്ട് മേടിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.